ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് +2-ൽ 1200-ൽ 1174 മാർക്ക് കിട്ടാൻ സഹായിച്ച കുറച്ച് അൺയൂഷ്വൽ സ്റ്റഡി ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടിപ്സൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിതൊക്കെ ചെയ്തിരുന്നു, ഇതെനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി, അപ്പോൾ ഇത് നിങ്ങൾക്കും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇത് സയൻസ് സ്ട്രീമിന് മാത്രമല്ല, ഏത് സ്ട്രീമിലുള്ള സ്റ്റുഡൻസിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ +1-ലാണെങ്കിൽ ഇപ്പോൾ തന്നെ മാത്സിൽ മാക്സിമം മാർക്ക്, ഈ +1 എക്സാമിന് തന്നെ മാത്സിൽ മാക്സിമം മാർക്ക് മേടിക്കാൻ നോക്കുക. കാരണം ഈ +2-ലെ മാത്സ് എന്ന് പറയുമ്പോൾ ഈ +1-നേക്കാളും കുറച്ചും കൂടി ഒരു പടി മുന്നിലാണെന്നാണ് പറയാം. അപ്പോൾ ഇൻ്റഗ്രേഷൻസ്, ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി തല പെരുക്കുന്ന കോൺസെപ്റ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ +1-ലത് കമ്പാരറ്റീവ്ലി സിമ്പിളാണ്. അപ്പോൾ ഇവിടെ തന്നെ ആ ഒരു ടോപ്പ് മാർക്ക് നമ്മൾ മേടിച്ച് വെച്ചാൽ പിന്നെ +2-ൽ അയ്യോ അതൊരു മാർക്ക് കുറഞ്ഞു പോയാലും നമുക്ക് അവിടെ +1-ലായ ഒരു മാർക്ക് കൊണ്ട് അതങ്ങ് ബാലൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി ശ്രമിക്കുന്നവരായിക്കോട്ടെ, അല്ലെ ജസ്റ്റ് പാസ്സാവാൻ വേണ്ടി ശ്രമിക്കുന്നവരായിക്കോട്ടെ, ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. +1 മാത്സ് സെറ്റാക്കുക. ഇനി അങ്ങനെയല്ല, നിങ്ങൾ +1 എക്സാം എഴുതി ഓൾറെഡി +2-ൽ എത്തിയെന്നാണെങ്കിലും വിഷമിക്കണ്ട. മാത്സ് എങ്ങനെ സിമ്പിളായി പഠിക്കാമെന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോ പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ എല്ലാ കാര്യവും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കായിരുന്നു, പഠിക്കാനിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നല്ലൊരു മെത്തേഡാണ്. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കോൺസെപ്റ്റും കംപ്ലീറ്റ് ആയിട്ട് അറിയില്ലായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതെനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരിക്കൽ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ചെയ്താലും അതെനിക്ക് ആൻസർ അങ്ങ് ക്ലിയർ ആവില്ല. അപ്പോൾ ഞാൻ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ പോലും എനിക്കതിൻ്റെ ആൻസർ എഴുതാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കോൺസെപ്റ്റ്സ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ ഒരു നല്ലൊരു എമൗണ്ടും ഇങ്ങനെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഏത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് അത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിപ്പോയാൽ പുറത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി പോകും. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഫുൾ മാർക്കിന് വേണ്ടിയാണ് പഠിക്കുന്നതെങ്കിൽ, ഫുൾ മാർക്കിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. NCERT ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ ചിലപ്പോൾ തലവേദനയൊക്കെ വരും, എന്നാലും നിങ്ങളത് ട്രൈ ചെയ്യുക. തീരെ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ സമ്മറി വായിച്ചെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ മെയിനായിട്ട് സയൻസ് വിഷയങ്ങൾക്ക് NCERT എക്സാമ്പിൾസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതുകൊണ്ട് അത് മാത്രമല്ല ഗുണം. നമ്മളിപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോവുകയാണെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തായിക്കോട്ടെ ഒരു ഡിഗ്രി എടുക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് സിലബസ് ഉണ്ടാവും, അത് പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. അപ്പോൾ അത് നോക്കി നമ്മൾ തന്നെ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുകയാണെങ്കിൽ അത് എന്തായാലും ലോങ് ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നെക്സ്റ്റ് ടിപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും ഞാൻ പറയാം. നിങ്ങൾ പഠിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ്സിനെ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഓൺലൈൻ ക്ലാസ്സസ് വളരെ നല്ലതാണ്, ഞാനും അത് കണ്ടിട്ട് തന്നെയാണ് പഠിച്ചത്. പക്ഷെ അതിലായി കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇപ്പം കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേ ദിവസമാണ് ലൈവ് ക്ലാസ്സിന് മുന്നിൽ എല്ലാവരും കുത്തിയിരിക്കുക. അപ്പോൾ ജസ്റ്റ് ക്ലാസ് കാണും, എക്സാമിനാണെങ്കിൽ എന്തെങ്കിലും 2 കാര്യം മാത്രമേ അതിൽ നിന്നുള്ള ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുക. എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്കൂളിൽ പോയി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കഴിയുന്നത്ര മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ അതൊരിക്കലും കൂടി കണ്ട് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ വരുത്താതിരിക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ് കാണുമ്പോൾ അതിപ്പോൾ സൈലത്തിൻ്റെയോ ഇജിപ്പോട്ടിൻ്റെയോ ആരുടെയോ ആയിക്കോട്ടെ, അപ്പോൾ അവർ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ലൈവിന് ശേഷം നോട്ട്സ് ഇട്ടാരില്ലേ. എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ ഫുള്ള് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ലൈവ് കാണാൻ ലൈവിൻ്റെ ടൈമിൽ ഞാൻ മാക്സിമം പഠിക്കാൻ നോക്കും. എന്നിട്ട് അവരുടെ ഈ നോട്ട്സ് വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും ആ ലൈവിൻ്റെ ആ ഒരു പാർട്ടിലേക്ക് പോയി ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും.
ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റും. ലൈവിനിടയ്ക്ക് ലാഗൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം ഡിസ്ട്രാക്റ്റ് ആയി പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.